അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിമുട്ട പോലെയാണ്. അതിങ്ങനെ നിലത്ത് വീണ് കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ആ കോഴിമുട്ട ഉടയാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഏതെങ്കിലും ഒരുത്തൻ കണ്ണോ കയ്യോ കാലോ കാണിക്കുമ്പോഴേ ഓടിപ്പോകുന്നതിന് പകരം നിങ്ങളെന്ത് ചെയ്യുക? അധ്വാനിച്ച് പഠിക്കുക, അതുപോലെ അധ്വാനിച്ച് ജോലി നേടുക. ആ ജോലി കൊണ്ട് ഒരു 2-3 വർഷം ഇങ്ങനെ ആസ്വദിക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരുത്തനെ കല്യാണം കഴിക്കുക. ടീമുകളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിക്കലാന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ അന്ന് അന്ത്യാഭിലാഷം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. അതായത് കല്യാണം കഴിക്കണം, ഇനി എന്ത് വന്നു കഴിഞ്ഞാലും കല്യാണം കഴിക്കണം. ഇപ്പോൾ പൂജ അമൽ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ യൂട്യൂബറായിട്ട് നടക്കുന്ന ഒരു ടീമുണ്ട്. ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് ആകുന്ന അന്ന് രാത്രി 12 മണിക്ക് ചാടിപ്പോയതാണ്. അതായത് അച്ഛനും അമ്മയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലിയ ആളാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന പെണ്ണ് 18 വയസ്സായെന്ന് ഏതോ ഒരുത്തൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയതിന് ശേഷം അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ഇവൻ കാര്യമായിട്ട് ജോലിക്കൊന്നും പോകാറില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഏതായാലും അതും ഇപ്പോഴും അങ്ങനെ അങ്ങ് ഓടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നല്ലേ, ഇപ്പോഴും വന്നിട്ട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളെ നെഗറ്റീവ് കമൻറ്റുകളാക്കുന്നു, ഞങ്ങളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. ആര് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അവർ ജീവിച്ചു പോലും ഇല്ല പോലും ആർക്കാ ഇവിടെ ചെയ്തോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ടീമുകൾക്ക് റീച്ച് ഇല്ലാതെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് യൂട്യൂബിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് ഉണ്ടാവും. ഏതെങ്കിലും ഒരുത്തം വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഒറിജിനലായിരിക്കണം എന്നില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഏതെങ്കിലും ഇവരെ അറിയുന്ന ആൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ അറിവോട് തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കമൻറ്റ് എഴുതിയിടും, നിന്നെയൊന്നും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലടാ. അത് കഴിഞ്ഞിട്ട് പിന്നാന്ന് പറഞ്ഞൊരു 3-4 വീഡിയോയിലേക്ക് അരച്ചലും പിഴിച്ചലും മാത്രമാണ്. സംഭവം വേറെ ഒന്നുമല്ല. യൂട്യൂബ് ചാനലിൽ വലിയ റീച്ചും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ കുറയുമ്പോഴെന്ന് പറഞ്ഞാൽ വരുമാനം കുറയുമ്പോഴേ ഉണ്ടാക്കുന്ന ഒരു വിദ്യ മാത്രമാണ്. ഇപ്പോൾ നമുക്കറിയാലോ, അതായത് വേൾഡിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ, എന്നാൽ മേരിമണി എന്തോ പറഞ്ഞിട്ടൊരു പെണ്ണുണ്ട്. ആ ഒരു സ്ത്രീയാണെന്ന് എന്താ ചെയ്യുന്നത്, ആ യുവതി എന്താ ചെയ്യുന്നത്, കുറച്ച് റീച്ച് അങ്ങ് കുറയുമ്പോഴേക്ക് എവിടെയെങ്കിലും പോയിട്ട് മസാജോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയലോ, ഇല്ലെങ്കിൽ അവൻ എന്നെ തുറിച്ച് നോക്കി എന്ന് പറയലോ, ഇല്ലെങ്കിൽ അയ്യോ ഡ്രൈവറെ വണ്ടിയിൽ കയറി പണിത് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ എടുക്കുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും, പഠിക്കാൻ വിട്ടപ്പോഴും പഠിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, അല്ലാതെ 18 വയസ്സാകാൻ ഇവൻ 8ാം ക്ലാസ് ഒന്നുമല്ല. അന്ന് ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടാണ്, എന്താ പറയുക, ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ക്രഷായിരുന്നു, ഭയങ്കര റഷായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണല്ലോ, ഇപ്പോൾ പലതും എന്ന് പറയുന്നത് ക്രഷാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പോഴും പെൺകുട്ടികളെയും വളർത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോഴും എന്ന് പറഞ്ഞാൽ വല്ല നേഴ്സിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകൾ ഇന്നുണ്ട്. അങ്ങനെ കോഴ്സിന് പോയിട്ട് ആ നല്ല തൊഴിലൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് അച്ഛനെയും അമ്മയും ഒക്കെ നിങ്ങൾ ജോലിക്കൊന്നും പോകേണ്ട എന്ന് പറയുന്ന പെൺമക്കൾ വരെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി 18 വയസ്സാകുകയും അതിൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷം എന്താ, കല്യാണം കഴിക്കണം എങ്ങനെയെങ്കിലും. അതാണ് എനിക്ക് അവനോട് ക്രഷാണ്. ഇത് ആരെ കാണിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് പേര് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ വീണിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ തന്നെ വലിയ ആള്, ഇവൻ തന്നെ ഒരു സംഭവമാണ് എന്നുള്ള തരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കന്മാരുടെ അച്ഛനമ്മമാരുടെ ഇതിന് സപ്പോർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടുന്ന് പെണ്ണ് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ 18, 20, 21 വയസ്സാകുമ്പോഴേക്ക് ചെറുക്കനോട് പറയും, നിനക്ക് ഏതായാലും ചോറ് തരുന്നുണ്ടല്ലോ, ഇനി ഒരു ഇലയും കൂടി ഞാൻ ഇടാം, നീ എവിടുന്നെങ്കിലും ഒന്നിനെ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനമ്മമാർ വരെയുണ്ട്. അപ്പോൾ ഇവനെന്താ ചെയ്യുക, പരമാവധി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു ലൈന് വലിക്കും. അങ്ങനെ അവളെ പറഞ്ഞ് പിന്നെ മനസ്സിലാക്കിച്ചിട്ട് നേരെ ഇവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിനൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ആ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയില്ല, എന്നാലും ഞാൻ ശ്രമിക്കുകയാണ്. എല്ലോളന്തേരി പൊന്നെന്തിനാ പൊന്നെ തഞ്ചാവൂരി പട്ടെന്തിനാ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പാട്ടും കാര്യങ്ങളും, അത് ഇവരെ ദേശീയ ഗാനമാണ്. അപ്പം ഇങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവരിങ്ങനെ ഒളിച്ചോടുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും തകർന്നു പോകാറുണ്ട്. പിന്നീട് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പൂജാമലി. ഈ പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയെ വളരെയധികം എന്താ പറയുക കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അച്ഛനമ്മമാർ പഠിപ്പിച്ചത്. പക്ഷെ 18 വയസ്സായപ്പോൾ ഇവൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടി. ഇവൻ എന്തെങ്കിലും പറയത്തക്ക വിധത്തിലൊരു ജോലി വേണ്ടേ, ഒരു ജോലിയെങ്കിലും വേണ്ടേ നമുക്ക്? എന്താണ്, ഞാൻ എൻ്റെ ജോലി ഇതാണ്, അതെങ്കിലും വേണ്ടേ? അതുപോലുമില്ല.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ചെറിയൊരു വീട് മാത്രമാണുള്ളത്. വീട് ചെറുതായത് വലിയൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ കുറ്റം പറയുകയാണ്. അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് സ്വന്തം വീടൊക്കെ വെച്ചിട്ട് ഒരു പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാതു. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇതെൻ്റെ വീടാണ്, ഇത് ചെറിയ വീടാണ്, ചെറിയ വീടിനെ തന്നെയാണ് പറയുന്നത്. ആ ചെറുക്കൻ അധ്വാനിച്ച് കഴിഞ്ഞാൽ അവൻ ഇതിലും വലിയ വീട് വെക്കാം. ഒരു 10 വർഷമോ ഇല്ല ഒരു 5 വർഷമോ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇവളെ തന്നെ കല്യാണം കഴിക്കാം. ഒരു 25 26 വയസ്സായിട്ട് കല്യാണം കഴിച്ചാൽ പോരെ. പക്ഷെ അത് കഴിക്കാതെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക മാത്രമല്ല, പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ പല കോപ്രായങ്ങളും കെട്ടിയിട്ട് ഓരോ വീഡിയോയും ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, റീച്ച് ഇല്ലാതിരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള കമൻറ്റുകൾ വെച്ചിട്ട് ഇവരൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം അവർ വിചാരിച്ചത് എന്താ വെച്ചാൽ യൂട്യൂബ് ചാനലും എളുപ്പം തന്നെയാണ്. പക്ഷേ യൂട്യൂബ് ചാനലിൻ്റെ പുറകിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടി ചില ആൾ തയ്യാറല്ല. അവരെങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു 2 വീഡിയോ ഇട്ടപ്പോഴും നല്ല ഇതുണ്ടായി, പിന്നെ 3ാമത്തെ വീഡിയോ ഇടുമ്പോൾ റീച്ച് കിട്ടൂല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഇവരുടെ ജീവിതം, ഒളിച്ചോടിയിട്ട് ഇവർ നന്നായോ, പിന്നെ ഇവർ അച്ഛനമ്മമാരെ തേച്ചിട്ട് പോയതല്ലേ, അതുകൊണ്ട് തന്നെ ആ ശാപം ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു തൊഴിലാണ്. ആ തൊഴിൽ നമുക്ക് സ്ഥിര വരുമാനമുള്ളതായിരിക്കണം. അങ്ങനെ സ്ഥിര വരുമാനം ഉള്ളവൻ മാത്രമേ ഒരു പെണ്ണിനെ വിളിച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച് വലിയ ആളാക്കാം, അതൊക്കെ ഒരു വിഡ്ഢിത്തമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛനമ്മമാരെ തന്നെ ഏൽപ്പിക്കുക. എനിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് പറയുക, അതിൻ്റെ ഒരു അന്തസ്സുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ വരുമ്പോഴും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വരുമ്പോഴും ഇതുപോലെ എത്ര പേരുടെ സ്വപ്നങ്ങളാണ്. ഇപ്പോഴും നിങ്ങൾക്കറിയോ, ആ കൊറോണ കാലത്താണ് ഏറ്റവും കൂടുതൽ കല്യാണം ഇങ്ങനെ നടന്നത്. 2019, 20, 21 കാലഘട്ടത്തിലാണ് എള്ളോളം തരി പൊന്നെന്തിരാ പിന്നെ തഞ്ചാവൂർ പട്ടെന്തിരാ എന്ന് പറയുന്ന ഒരു പാട്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് കല്യാണങ്ങളാണ് അന്ന് നടന്നത്. ആ കല്യാണം നടന്ന കുട്ടികളൊക്കെ ഇന്ന് 2 പേരെയും ഇങ്ങനെ ഒക്കെ തരത്തിട്ട് ഇപ്പോൾ സ്വന്തം വീട്ടിലാ. അതായത് കെട്ടിയോൻ പോയി, അവന് ഉപേക്ഷിച്ച് അന്നേ പോയി. ഞാൻ തന്നെ 4 ഉദാഹരണങ്ങൾ ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് കല്യാണം കഴിച്ചത്. പക്ഷേ പല ആൾക്കാരെന്ന് പറയുന്നത് വഴിയിൽ വീണുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ റീച്ച് ഇല്ലാതിരിക്കുമ്പോൾ സ്വന്തം ഭാര്യയുടെ അവിഹിത കഥകൾ വരെ പറയാൻ തുടങ്ങി, ഇല്ലാത്ത കാമുകനെ ഉണ്ടാക്കാൻ തുടങ്ങി, നമ്മളെ പശുപാലൻ സ്റ്റൈലിൽ വരെ ആൾക്കാർ പോകാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ പൂർണ്ണമായിട്ടും സ്ത്രീകളെ അങ്ങ് അടിച്ച് ആക്ഷേപിച്ച് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ ദുരന്തമാണ്. ഇപ്പോഴും കുറേ നല്ല പൈസ ഉണ്ടാക്കുന്ന ഒരു മല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നും വളർന്നു വന്നവനാണ്. പക്ഷെ അവന് പൈസ കൂടിയപ്പോഴേ അവന് അഹങ്കാരവും വർദ്ധിച്ചു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയെ വളരെ മോശക്കാരിയാക്കിയിട്ടൊക്കെ വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ 2 കൂടി തല്ലിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ 100 ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിമുട്ട പോലെയാണ്. അതിങ്ങനെ നിലത്ത് വീണ് കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ആ കോഴിമുട്ട ഉടയാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഏതെങ്കിലും ഒരുത്തൻ കണ്ണോ കയ്യോ കാലോ കാണിക്കുമ്പോഴേ ഓടിപ്പോകുന്നതിന് പകരം നിങ്ങളെന്ത് ചെയ്യുക, അധ്വാനിച്ച് പഠിക്കുക, അതുപോലെ അധ്വാനിച്ച് ജോലി നേടുക. ആ ജോലി കൊണ്ട് ഒരു 2-3 വർഷം ഇങ്ങനെ ആസ്വദിക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരുത്തനെ കല്യാണം കഴിക്കുക. അതാണ് വേണ്ടത്, ഏതെങ്കിലും ഒരുത്തനില്ല അനുയോജ്യമായവനെ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാണ്. അച്ഛനെയും അമ്മയെയും നിങ്ങൾ ധിക്കരിച്ച് പോകുമ്പോഴേ അവരുടെ ശാപമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് അവരുടെ സ്നേഹവും പരിലാളനയും ഒന്നും അപ്പുറത്തെ വീട്ടിൽ കിട്ടിയെന്ന് വരില്ല. അവിടെ എത്തുമ്പോഴേ നിങ്ങൾ ശരിക്കും തകർന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു ജോലിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ലൈഫ് നല്ല സെറ്റിൽഡാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈയിടയ്ക്ക് എനിക്ക് അതിശയം വന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഒരു ഗുണ്ട, അതായത് ആ ഗുണ്ട എന്താ പറയുക, ഒരു 10 16 കേസുണ്ട് അവനിങ്ങനെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ട് സ്ത്രീകൾ, അതായത് സ്ത്രീ നാമധേയകരാണ് അതിൻ്റെ അകത്ത് കമൻ്റ് എഴുതുന്നത്. എന്തൊരു സ്റ്റൈലുള്ള ഗുണ്ടയാണ്, എന്താ അവൻ്റെ മീശ, എന്താ അവൻ്റെ താടി, എന്താ അവൻ്റെ പൗരുഷ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവറ്റകളുടെ പുച്ഛാ തോന്നിയത്. 10 16 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇവൻ്റെ കൂടെ ഏതെങ്കിലും ഒന്ന് ചാടിപ്പോകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊന്നും അയക്കുന്നത് സ്ത്രീകളൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇവൻ്റെ കൂടെയുള്ള PR ടീമുകളായിരിക്കും. എന്തിനാ അറിയാം, ഏതെങ്കിലും ഒന്നിനെ ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ കാണുന്നില്ലേ 40കളിലെ പ്രണയം എന്നെല്ലാം മറ്റേ അല്ല പറഞ്ഞു മടുത്താടുന്ന്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. ബൈ ബൈ.